ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞായറാഴ്ച വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് എന്താ പലഹാരം ഉണ്ടാക്കുക, തലേന്ന് തന്നെ നമ്മൾ ചിന്തിച്ച് വെക്കണല്ലേ. അപ്പം മാവൊന്നും ഉണ്ടായിരുന്നില്ല, അരിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അരി അരച്ചതൊക്കെ ഉണ്ട്, പക്ഷേ ഡെയിലി അരി അരച്ചതും ഗോതമ്പിൻ്റെയും ഒക്കെ അല്ലേ. അപ്പോൾ പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ തന്നെ അരി പൊടിച്ചിട്ടാണ് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കാരണം അരിപ്പൊടി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അരി കഴുകാനും ഉണക്കാനൊന്നുള്ള വെയിലുമില്ല. അപ്പം അങ്ങനെ ഒരു 1.5 നാഴി പച്ചരിയൊക്കെ എടുത്ത് നല്ലോണം കഴുകി കുറച്ച് നേരം കുതിരാൻ വെച്ചു. ഒരു അരമണിക്കൂറൊക്കെ കുതിർന്ന ശേഷം അതൊന്നെടുത്ത് വെള്ളം വാരാൻ വെച്ചിട്ട് പിന്നെ ഇതുപോലെ നല്ലൊരു ഷാളോ അല്ലെങ്കിൽ തോർത്തോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വിരിച്ചിട്ട്, ഞാനിപ്പോൾ ഒരു ഷാളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ അരിയൊക്കെ ഇങ്ങനെ കുടഞ്ഞിട്ട് നല്ലോണം ഇങ്ങനെ പരത്തി കൊടുക്കുക. ഞങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്ത് അരിപ്പൊടിയൊന്നും വാങ്ങിക്കാറില്ല. ഉമ്മ വീട്ടിൽ മിക്കവാറും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പണിയാണ് ഈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരത്തിയിടലൊക്കെ. ഞാനും അനിയത്തിയും കൂടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം തൊട്ട് എന്നെ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്യൂസും പറയണ്ടത് ഞാൻ ചെയ്യട്ടെ മാ എന്നൊക്കെ ചോദിക്കേണ്ടത്. അപ്പോൾ വേണ്ട വേണ്ട നീ കളയെന്ന് പറഞ്ഞു ഉമ്മ ഞങ്ങളടുത്ത് പറയണ അതേ ഡയലോഗ്. ഉമ്മയൊക്കെ ആ സമയത്ത് ഒരല്ലൊക്കെയാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ശനിയാഴ്ച ദിവസം, ഞായറാഴ്ച ദിവസം മാത്രമേ മിക്കവാറും പലഹാരമൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അല്ലെങ്കിൽ ഉമ്മക്ക് ലീവുള്ള ദിവസമേ പലഹാരം ഉണ്ടാക്കാറുള്ളൂ. ഓഗസ്റ്റ് 15, ഗാന്ധി ജയന്തി അങ്ങനെയൊക്കെയുള്ള സമയത്ത്. ബാക്കിയുള്ള സമയത്തൊക്കെ ചോറ് തന്നെയായിരിക്കും കേട്ടോ. അതൊക്കെ ഒരു സമയമല്ലേ. ഇന്നൊക്കെ ഡെയിലി പലഹാരം ഇല്ലെങ്കിൽ മക്കൾക്കൊന്നും പറ്റില്ല അല്ലേ. അപ്പോൾ ഇതാ ഞാൻ അരിയൊക്കെ അങ്ങനെ എടുത്ത് പൊടിച്ചു. ഇനി ഇതൊന്ന് നന്നായി ചൂടാക്കി എടുക്കണം, നന്നായി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് അലുമിനിയം ഉരുളി വെച്ചിട്ടുണ്ട്. ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു ഉരുളിയോ അല്ലെങ്കിൽ ഒരു വട്ടയൊക്കെ വെച്ചിട്ട് വറുത്തെടുക്കണം. ഞാനപ്പോൾ ഇത് 2 ദിവസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഒരു 1.5 നാഴി പൊടിച്ചെങ്കിലും എനിക്ക് 2 ദിവസത്തിനുണ്ടായിരുന്നു. ഒരു ദിവസം പുട്ടും പിന്നെ ഒരു ദിവസം കൈപ്പത്തിരിയും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണത്. പിറ്റേ ദിവസം രാവിലെ അടിച്ചപ്പോൾ പുട്ടൊക്കെ റെഡിയായി. നല്ല മണമാണ് കേട്ടോ ഈ പുട്ടിന്. പുട്ടും തലേന്നത്തെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. തലേന്നത്തെ ചിക്കൻ കറിയിൽ കുറച്ച് തേങ്ങ കൂട്ടി അരച്ചപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ അതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളൊക്കെ പോയി. പിന്നെ ഇത് ഞാൻ കടയിൽ പോയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ബുഷ് ഓറഞ്ച് കിട്ടാം, നമ്മുടെ ഓണറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ കാഞ്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കുക. ചേച്ചി പറഞ്ഞിട്ട് കാഞ്ചന എന്നാണ് പേര്. അപ്പോൾ കാഞ്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പങ്ക് വയ്ക്കുകയാണ് കുറച്ചായിട്ട്. അപ്പോൾ നല്ല പുളിയാണ്. ഞാനപ്പോൾ അതൊക്കെ എടുത്ത് തൊലിച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരികയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷെ നല്ല പുളിയാണ് കേട്ടോ. ഈ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. എന്തെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പങ്കാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടായി, ലഡ്ഡു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉച്ച സമയത്തൊക്കെ അങ്ങനെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റാഫും കൂടി വന്നിട്ടുണ്ട്, മഞ്ജു ചേച്ചി. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സിസ്റ്റം കൂടി വെച്ചിട്ട് ചേച്ചി ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വൈകുന്നേരം വീടെത്തിയപ്പോൾ അനിയൻ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജ് നിറച്ച് പയറും അവര അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് വേണ്ടതൊക്കെ വേഗം മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വർക്കിന് പോകുന്ന സമയത്തൊക്കെ വേഗം ഉപ്പേരി ഉണ്ടാക്കാം. മാത്രമല്ല ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലവും കിട്ടും. ഇതെല്ലാം കുന്നുകൂടി ഇരിക്കുന്ന പോലെ തോന്നിയിട്ട് എനിക്ക് മുറിച്ച് വെച്ചപ്പോൾ ഒരു സമാധാനമായി. അപ്പോൾ അവര ഉപ്പേരിക്കും പിന്നെ കുറച്ച് കറിക്കും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പയറും കൂടി മുറിച്ച് വെച്ചു. അപ്പോൾ രാത്രി ചോറ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉലുവക്കഞ്ഞി ഉണ്ടാക്കാമെന്ന്. എനിക്ക് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത്. ബാക്കിയുള്ളവർക്കൊക്കെ ചോറുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഉമ്മയൊക്കെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തരാറൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു വാശിക്ക് ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുകയാണ്. അങ്ങനെ പിറ്റേന്നത്തേക്കുള്ള തേങ്ങയൊക്കെ ചിരകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് സപ്പോർട്ട് ചെയ്യണേ.